കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് എന്നുള്ളൊരു വ്യാജ വാർത്തയുമായി വലതുപക്ഷത്തിന് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ രംഗത്തുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇതേ മാധ്യമങ്ങൾ കാരണം ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. തികച്ചും വ്യാജമായ ഒരു റിപ്പോർട്ടിംഗ് ആണത്, വ്യാജമായ വാർത്ത തന്നെയാണത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് അവർക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല എന്ന പല സാഹചര്യങ്ങളിലും മാധ്യമങ്ങളോടായി തന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതാക്കന്മാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്നുള്ള രീതിയിലാണ് വ്യാജ പ്രചരണവുമായി വലതുപക്ഷത്തിന് വേണ്ടി ഇപ്പോ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കൂടുതലായും സോഷ്യൽ മീഡിയയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തുള്ളവർ അസംതൃപ്തരാണ്, അവർ UDF-ലേക്ക് പോകാൻ പോകുന്നു എന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ വലതുപക്ഷത്തിന്, UDF-ന്, കോൺഗ്രസിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഉറപ്പിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഇവർ കോപ്പ് കൂട്ടുന്നത്. എന്തായാലും ശരി, ജോസ് കെ മാണി വിഭാഗം കൃത്യമായി ഇടതുപക്ഷത്തിന്റെ കൂടെ എല്ലാ കാലവും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് 100% ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായ ഒരു തെളിവ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അതായത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം തിരുവനന്തപുരം വക്താവ് കൂടിയായ AH ഹഫീസ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ വ്യാജ പ്രചരണത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. ആ പ്രതികരണത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഏതായാലും ഇടതുമുന്നണിയിൽ സംതൃപ്തരാണ്. CPM മുന്നണി വിട്ടാലും ഞങ്ങളെ മുന്നണി വിടാൻ പോകുന്നില്ല എന്നാണ് ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അല്ല, ഇപ്പൊ ഇത്രയും അടിയുറച്ച ആത്മാർത്ഥമായി ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ ആക്ഷേപിക്കുന്നത്. ഇതിപ്പം തന്നെ ഫയസ് യൂസഫ് മൊകേരി ചോദിച്ചിരിക്കുന്നത് ജോസ് കെ മാണിക്ക് പരസ്യമായി ഇത് പറഞ്ഞുകൂടെയെന്ന്. അദ്ദേഹം ഒട്ടനവധി തവണ പറഞ്ഞു. അദ്ദേഹം കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഇന്നെത്തത്തതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം വിദേശത്തു നിന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന്. അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? കേട്ടില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ കൊടുക്കുക. അതായത് ഇടതുപക്ഷം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾ ഇടതുപക്ഷത്തിൽ നിന്നും വിട്ട് നേരെ UDF-ലേക്ക് ചേക്കേറുന്നു, വരുന്ന ആളുകളിൽ ഭാവി ഉറപ്പാകുന്നത് UDF-നാകും, UDF-ന്റെ വിജയം കൂടുതൽ ഉറപ്പായി കഴിഞ്ഞിരിക്കും എന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുമാത്രമല്ല, ഘടകകക്ഷികൾക്കിടയിൽ ചെറിയ ഒരു സംശയം ഉടലെടുപ്പിക്കുക.